നാലാഴ്ച പിന്നിട്ടിട്ടും സൗദിയിലെ യാംബുവിൽ ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റ് നിരവധി സന്ദർശകരെ ആകർഷിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യാംബു റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അൽ മുനാസല സബാത്ത് പാർക്കിലാണ് സാംസ്കാരിക ഉല്ലാസ പരിപാടി അരങ്ങേറുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ മനസ്സിന് ഉന്മേഷവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ് യാംബുവിലെ ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റ്. യാംബുവിൽ നടക്കുന്ന 16ാമത് അന്താരാഷ്ട്ര പുഷ്പമേളയിലേക്ക് മക്ക, ജിദ്ദ, മദീന, തായിഫ്, തബൂക്ക്, ദമാം, അൽക്കോബാർ തുടങ്ങി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികളടക്കമുള്ള വിനോദസഞ്ചാര സംഘം എത്തുന്നുണ്ട്. ഒഴിവ് ദിവസങ്ങളിലാണ് പൂക്കളുടെ വസന്തോത്സവം നുകരുവാൻ മലയാളികളടക്കമുള്ളവർ കൂട്ടമായി ബസ്സുകളിലും മറ്റും എത്തുന്നത്. സന്ധ്യാരാഗവും ജിദ്ദ 3 സ്റ്റാറും കൂടി യാംബു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ജിദ്ദയിൽ നിന്നും ഇവിടെ പുറപ്പെട്ടു. ഞങ്ങൾ ബീച്ചിൽ പോയി പിന്നെ കുളിച്ചു. ശേഷം ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞങ്ങളുടെ ടീംസ് മൊത്തവും ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ പിന്നെ പൂക്കളുടെ ഒരു പൂക്കാലം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ ആഹ്ലാദത്തിലാണ് ഞങ്ങൾ എല്ലാവരും. സൗദിയിലെ പ്രധാന സാംസ്കാരിക ഉല്ലാസ വിനോദ പരിപാടിയായാണ് യാംബു പുഷ്പമേള ഇന്ന് അറിയപ്പെടുന്നത്. പുഷ്പങ്ങൾ കൊണ്ടുള്ള ഏറ്റവും വലിയ കാർപ്പറ്റ് ഉണ്ടാക്കി മുൻവർഷം ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. നിരവധി പുഷ്പങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ കാർ പാർക്കിംഗ്, വിശ്രമകേന്ദ്രം, കുട്ടികളുടെ കളിസ്ഥലം, ഉല്ലാസ കേന്ദ്രം, വൈവിധ്യമാർന്ന ഫുഡ് കോർട്ട് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവേശനം. വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, യാംബു.